كفاني علم ربي من سؤال. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ചികിത്സയെ സംബന്ധിച്ചാണ് വിവരിക്കുന്നത്. അപ്പോൾ ഖുർആൻ കൊണ്ട് എങ്ങനെ പൈശാചിക പ്രശ്നങ്ങളെ പരിഹരിക്കാം, അതിൻ്റെ ഒരു രീതി കുറച്ചും കൂടി വ്യക്തത വരുന്നതിന് വേണ്ടി വിശദീകരിക്കുകയാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ പ്രയാസങ്ങളുണ്ടെങ്കിൽ ആ വീട്ടിൽ ചികിത്സ ഒരാൾക്ക് ഏറ്റെടുത്ത് ചെയ്യാവുന്നതാണ്. ബക്കറയോ ഖുർആൻ്റെ മറ്റ് ഭാഗങ്ങളോ ഓതുകയാണ് വേണ്ടത്. അതല്ലെങ്കിൽ എല്ലാവർക്കും കൂടി ഒരുമിച്ചും ആ ചികിത്സയിൽ പങ്കെടുത്തുകൊണ്ട് പിശാചിനെതിരെ ഒരുമിച്ച് നീങ്ങാവുന്നതാണ്. ആ ചികിത്സയുടെ ശരിയായ രൂപം വ്യക്തമാകുന്നതിന് വേണ്ടി, കുറച്ചും കൂടി വ്യക്തതയോടെ മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയുകയാണ്. എല്ലാവരും നല്ല വൃത്തി ഉള്ള വസ്ത്രവും ശരീരശുദ്ധിയൊക്കെ വരുത്തി നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് ഒളു ചെയ്ത് വൃത്തിയുള്ള സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഒരാൾ ബക്കറ ഓതുക അല്ലെങ്കിൽ ഖുർആൻ്റെ ഭാഗങ്ങൾ ഓതുകയും മറ്റുള്ളവരെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുകയും ചെയ്യുക. ആ ശ്രദ്ധ കൂടുതൽ കിട്ടാൻ വേണ്ടി ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വീട്ടിലുള്ള ആളുകൾ, എല്ലാവർക്കും ഇപ്പോൾ അനുഭവപ്പെടണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും അനുഭവപ്പെടാം. അങ്ങനെയുള്ള ആളുകൾ ഓതുന്ന ആളുടെ ശബ്ദം നല്ലപോലെ ശ്രദ്ധിക്കുന്ന വിധത്തിൽ മറ്റ് ഭാഗങ്ങളിലേക്ക് തൻ്റെ ശ്രദ്ധയും ചിന്തയും തിരിഞ്ഞു പോകാതിരിക്കാൻ കണ്ണടച്ച് ജാഗ്രതയോടുകൂടി കേൾക്കുന്നതിലേക്ക് ചെവി കൊടുത്ത് ഇരിക്കേണ്ടതാണ്. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ പല വിധത്തിലുള്ള അസ്വസ്ഥതകളോ പ്രയാസങ്ങളോ സ്വഭാവ വ്യത്യാസങ്ങളോ ഈ കേട്ടിരിക്കുന്നവരിൽ പ്രകടമാകുക സാധ്യതയുണ്ട്. സാധാരണ നിലയിൽ പൊതുജനം മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ ഓതിയാൽ മന്ത്രിച്ചാൽ പിശാച് ഹാജറാകും, ഇളകും, ബഹളം വയ്ക്കും, ഒച്ചപ്പാടുണ്ടാക്കും എന്ന ഒരു ധാരണ തെറ്റാണ്. രോഗികളിൽ 20% ആളുകൾക്ക് മാത്രമേ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ. 80% ആളുകൾക്കും ഖുർആൻ ശ്രദ്ധയോടുകൂടി കേൾക്കാനും ആ ട്രീറ്റ്മെൻറ്റിൽ പൂർണ്ണമായി ഇരിക്കുവാനും സാധിക്കും. എന്ന് പറയുമ്പോൾ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിലല്ല, ഖുർആനാണ് ഓതുന്നത്, അപ്പം അതിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കാനും അലസത ഉണ്ടാക്കാനും നമ്മളെ ഉറക്കത്തിലേക്ക് തള്ളിവിടാനുമൊക്കെ പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കും. അതിനപ്പുറം അസ്വാഭാവികമായ രീതിയിലുള്ള വയലൻ്റ് പെരുമാറ്റങ്ങൾ ഉണ്ടാകുക 20% ആളുകൾക്ക് മാത്രമായിരിക്കും. അത്തരം അവസ്ഥയിലേക്ക് ഈ ചികിത്സയിൽ പങ്കെടുക്കുന്നവർ പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് സാധാരണ ചികിത്സകന്മാരല്ലാത്ത ആളുകൾ കൈകാര്യം ചെയ്യാതെ ചികിത്സ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ചികിത്സകന്മാരെ അതിലിടപെടിപ്പിക്കുകയാണ് വേണ്ടത്. കാരണം ചികിത്സകന്മാർക്കാണ് അത് കൈകാര്യം ചെയ്യാനുള്ള എക്സ്പീരിയൻസും അതിനുള്ള തജറുബാത്തുകളും ഉള്ളത്. മറ്റുള്ളവരെ സംബന്ധിച്ച് സെൽഫ് ട്രീറ്റ്മെൻ്റ് എന്ന നിലയ്ക്ക് ഒറ്റയ്ക്കും ഇത് ചെയ്യാം, എല്ലാവരെയും കൂടെ കൂട്ടിയിരുത്തിയും ചെയ്യാം. വീട്ടിലെ ബാധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒറ്റയായും കൂട്ടായിട്ടും ഒക്കെ ഈ ട്രീറ്റ്മെൻറ്റിൽ ഏർപ്പെടാവുന്നതാണ്. അപ്പോൾ ആദ്യം ബാങ്ക് വിളിക്കാം, അതിനുശേഷം ഫാത്തിഹ ഓതാം, പിന്നെ ഖുർആനിൻ്റെ ഭാഗങ്ങളിലേക്ക് പോകാം. ബക്കറയാണെങ്കിൽ ബക്കറ ഓതാം, സൂറത്ത് മുൾക്ക് ഓതാം, സൂറത്ത് ജിന്ന് ഓതാം, അതുപോലെ സൂറത്ത് സാഫാത്ത് ഓതാം. ഇങ്ങനെ ഖുർആനിൻ്റെ ഭാഗങ്ങൾ കൊണ്ട് മന്ത്രിച്ച് നമ്മളൊരു സമയം നിജപ്പെടുത്തിക്കൊണ്ട് 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ എല്ലാവർക്കും അതിൽ മടി കൂടാതെ പങ്കെടുക്കാൻ കഴിയുന്നൊരു സമയം നിജപ്പെടുത്തിക്കൊണ്ട് ആ സമയം ഓതി തീർക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ ഓതുക. അങ്ങനെ ബാധയേറ്റ വീടുകൾക്ക് അല്ലെങ്കിൽ പൈശാചികതയുള്ള വീടുകളിൽ ഓതേണ്ട 2 ടൈമിലാണ്, രാവിലെ വൈകിട്ട്. ഈ 2 ടൈം കറക്റ്റ് ചെയ്തുകൊണ്ട് ഓതേണ്ടതാണ്. അങ്ങനെ ഓതി പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, ചിലർക്ക് പല വിധത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവാം. അതൊക്കെ ചികിത്സകന്മാരുമായി പങ്കുവെക്കുകയും അതിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് ആ ചികിത്സയെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇതിൽ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് നമ്മുടെ നിയ്യത്ത്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളിലും നിയ്യത്ത് വളരെ പ്രാധാന്യമാണ്. പലപ്പോഴും നമ്മൾ ഈ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് ഖുർആൻ വീട്ടിൽ ഓതിയാൽ മതി എന്ന് പറയുമ്പോൾ ആളുകൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ വീട്ടിലെല്ലാവരും ഖുർആൻ ഓതുന്നവരാണ്, അല്ലെങ്കിൽ വീട്ടിലെ വാപ്പായും ഉമ്മായൊക്കെ ദിവസവും ഖുർആൻ ഓതുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഓതുന്ന അംഗങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഖുർആൻ എപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്ന വീടാണ്, എന്നിട്ട് ഇതെന്തേ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. പക്ഷേ വീട്ടിൽ നടക്കുന്ന അമലുകളും ഇബാദത്തുകളും ഖുർആൻ പാരായണവും മറ്റ് സൽക്കർമ്മങ്ങളുമൊക്കെ അതിനൊരു നിയ്യത്തുണ്ട്. ആ നിയ്യത്തെന്ന് പറഞ്ഞാൽ ഇബാദത്ത് എന്നുള്ള നിയ്യത്താണ്. എന്നാൽ
നമ്മളെ ബാധിച്ച പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി ചികിത്സാ മൈൻഡോടുകൂടി ഞാൻ ഖുർആൻ കൊണ്ട് എന്നെയും കുടുംബത്തെയും അല്ലെങ്കിൽ ഒരു വീട്ടിനെ ബാധിച്ച പ്രശ്നങ്ങളെ ഖുർആൻ കൊണ്ട് ചികിത്സിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി ചെയ്യുമ്പോഴാണ് ഇതൊരു ചികിത്സ രൂപത്തിലാകുന്നു, ചികിത്സയുടെ ഫലം നമുക്ക് ലഭ്യമാകുന്നതും. കൂടുതൽ അതിൻ്റെ പ്രായോഗിക കാര്യങ്ങൾ കുറച്ചും കൂടി നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാ അടുത്ത പ്രോഗ്രാമിൽ നമുക്ക് ആ വിഷയത്തിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. كفاني علم ربي من سؤال